നമസ്കാരം, മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. മോഹൻലാലിനെ ഇടിച്ചു പഞ്ചറാക്കി മമ്മൂട്ടി. ആ കത്ത് വൈറലാകുന്നു. സെപ്റ്റംബർ 7 മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയുടെ പിറന്നാളായിരുന്നു. അന്നേ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകൻ എഴുതിയ കത്താണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. തുടക്കത്തിൽ മോഹൻലാൽ ഫാനായിരുന്ന താൻ എങ്ങനെ ഒരു മമ്മൂട്ടി ആരാധകനായി എന്നൊക്കെ അദ്ദേഹം വിശദമായി കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ആ കത്ത് നമുക്കൊന്ന് നോക്കാം. ഇതാണ് മമ്മൂട്ടി ആരാധകൻ്റെ ആ കത്ത്. കേൾക്കാം. സാമാന്യം നല്ലൊരു സിനിമാ ഭ്രാന്തനാണ് ഞാൻ. ഒട്ടുമിക്ക ഭാഷകളിലെയും ഏതാണ്ട് എല്ലാ താരങ്ങളുടെയും ആരാധകനുമാണ്. അതിൽ തന്നെ കടുത്ത ആരാധന തോന്നിയത് വിരലിൽ എണ്ണാവുന്ന ചിലരോട് മാത്രം. അതിൽ പ്രഥമ സ്ഥാനം മമ്മൂട്ടിക്കാണ്. കൗമാരപ്രായത്തിൽ എൻ്റെ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു മമ്മൂട്ടി ഫാനായിരുന്നു ഞാൻ. 30 വയസ്സിന് ശേഷമാണ് തീവ്ര ആരാധകൻ എന്ന നിലയിൽ നിന്നും സ്വയം പ്രൊമോട്ട് ചെയ്യുന്നത്. എങ്കിലും ഇന്നും മറ്റേത് മലയാള നടനേക്കാളും എനിക്കിഷ്ടം മമ്മൂട്ടിയെയാണ്. ബാല്യത്തിൽ സിനിമ കണ്ടു തുടങ്ങുന്ന കാലത്ത് ഞാനൊരു മോഹൻലാൽ ഫാനായിരുന്നു. രാജാവിൻ്റെ മകനും 20-ാം നൂറ്റാണ്ടുമൊക്കെ തരംഗമായി നിൽക്കുന്ന സമയമായിരുന്നു അക്കാലം. രാജാവിൻ്റെ മകൻ, താളവട്ടം, ഇവിടെ എല്ലാവർക്കും സുഖം എന്നീ 3 ചിത്രങ്ങൾ തുടർച്ചയായി 3 ദിവസങ്ങളിലായി കണ്ടു തീർത്ത ഞാൻ ദിവസങ്ങളോളം ദുഃഖിതനായിരുന്നിട്ടുണ്ട്. 3 ചിത്രങ്ങളുടെയും ക്ലൈമാക്സിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം മരിക്കുന്നു എന്നതായിരുന്നു എൻ്റെ ദുഃഖത്തിന് കാരണം. ആ ഇടയ്ക്കാണ് ഞാനൊരു പഴയ മമ്മൂട്ടി ചിത്രം കാണാനിടയായത്. സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ്, അതായിരുന്നു സിനിമ. മമ്മൂട്ടിയുടെ കരിയറിൽ നായകൻ എന്ന നിലയിലെ ആദ്യ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു അത്. 1983 റിലീസായ ഈ ചിത്രം ഞാൻ കാണുന്നത് 1989 ആ സിനിമയിൽ അതാ എൻ്റെ വീരനായകനായ മോഹൻലാലിനെ മമ്മൂട്ടി ഇടിച്ചു പഞ്ചറാക്കുന്നു. ഞാൻ ആകെ തകർന്നുപോയി. എൻ്റെ കുഞ്ഞു മനസ്സിലെ മോഹൻലാൽ അതിമാനുഷികനായിരുന്നു. ആ സങ്കല്പമാണ് തകർന്നു വീണത്. പിന്നെ ഒട്ടും മടിച്ചില്ല. ഇടി കൂടുതലുള്ള മമ്മൂട്ടിയെ ഞാൻ എൻ്റെ ആരാധനാമൂർത്തിയാക്കി. തുടർന്നിങ്ങോട്ട് ഈ നിമിഷം വരെ ഏറ്റക്കുറച്ചിലുകളോടെ ഞാൻ മമ്മൂട്ടി ആരാധകനായി തുടരുന്നു. എങ്കിലും ഒരിക്കൽ പോലും ഞാനൊരു മോഹൻലാൽ വിരോധിയായി മാറിയിട്ടില്ല. ഇന്നും അദ്ദേഹം തന്നെയാണ് മലയാള സിനിമയിൽ എൻ്റെ 2ാമത്തെ ഇഷ്ടനടൻ. 90കളുടെ മധ്യത്തിൽ കുറച്ചുകാലം സുരേഷ് ഗോപി ആ സ്ഥാനം അലങ്കരിച്ചിരുന്നു എന്നുകൂടി പറഞ്ഞാലേ കഥ പൂർണ്ണമാകും. ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ ഒറ്റയ്ക്ക് പോയി കണ്ട ദി കിങ് ആയിരുന്നു ഞാൻ ആദ്യമായി തിയേറ്ററിൽ കാണുന്ന മമ്മൂട്ടി ചിത്രം. അക്കാലത്തെ മമ്മൂട്ടി ആരാധകർക്കുള്ള ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു ആ സിനിമ. റിലീസ് ചെയ്ത് 5-6 മാസം കഴിഞ്ഞ് ബി ക്ലാസ് സെൻ്ററായ അങ്കമാലി നാസ് തിയേറ്ററിൽ വെച്ചായിരുന്നു കിങ് എന്ന ചിത്രം കാണുന്നത്. ഹൗസ്ഫുള്ളായ തിയേറ്ററിൽ മമ്മൂട്ടിയുടെ ഇൻട്രോ മുതൽ കയ്യടിയും ആരവങ്ങളുമായിരുന്നു. രഞ്ജി പണിക്കരുടെ കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് ഡയലോഗുകൾ അർത്ഥമൊന്നും അറിയാത്ത പ്രേക്ഷക ഭൂരിപക്ഷം കരഘോഷങ്ങളോടെയാണ് വരവേറ്റത്. ഞാനും അതിൽ ഭാഗഭാക്കായി. അന്നൊക്കെ കാസറ്റ് കടകൾ കേന്ദ്രീകരിച്ച് കിങ്ങിലെ ശബ്ദരേഖ സ്പീക്കറിൽ ഇടുമായിരുന്നു. അത് തുടർച്ചയായി കേട്ട് ഡയലോഗുകളെല്ലാം എനിക്ക് മനപാഠമായിരുന്നു. തിയേറ്ററിൽ മമ്മൂട്ടിയുടെ മുഴങ്ങുന്ന ശബ്ദത്തിൽ ഡയലോഗുകൾ പ്രവഹിക്കുമ്പോൾ സീറ്റിലിരുന്ന് ഞാനും അത് ഉരുവിട്ടുകൊണ്ടാണ് ചിത്രം കണ്ടത്. കിങ്ങിലെ ജോസഫ് അലക്സ് എന്നിൽ ഒത്തിരി സ്വാധീനം ചെലുത്തിയ കഥാപാത്രമാണ്. തുടർ വർഷങ്ങളിൽ എൻ്റെ വസ്ത്രധാരണം കിങ്ങിലെ മമ്മൂട്ടി കഥാപാത്രത്തിൻ്റേതുപോലെ എക്സിക്യൂട്ടീവ് സ്റ്റൈൽ ആയിരുന്നു. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കെ എൻ്റെ സഹപാഠികളെല്ലാം ജീൻസും ട്രെൻഡ് ഷർട്ടും ബൂട്ടും ധരിച്ച് ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ മാത്രം എക്സിക്യൂട്ടീവ് സ്റ്റൈൽ സ്ട്രൈപ്പ് ഷർട്ട് ഇൻസേർട്ട് ചെയ്ത് പാരലൽ ബാഗി പാൻസും ബ്ലാക്ക് ഷൂസും ധരിച്ചായിരുന്നു വന്നിരുന്നത്. ഈ വ്യത്യസ്ത വേഷവിധാനം എനിക്കൊരു വട്ടപ്പേര് സമ്മാനിച്ചു, നായകൻ. സാമാന്യം ഭേദപ്പെട്ട പേരായതുകൊണ്ട് ഞാനതങ്ങ് സഹിച്ചു. പ്രീ ഡിഗ്രി കാലത്തെ സതീർത്ഥ്യരുടെ ഫോണിൽ എൻ്റെ നമ്പർ നായകൻ ബിനീഷ് എന്നാണത്രേ സേവ് ചെയ്തിരിക്കുന്നത്. തുടർന്നിങ്ങോട്ട് മമ്മൂട്ടിയുടെ ഏതാണ്ട് എല്ലാ ചിത്രങ്ങളും റിലീസ് ചെയ്ത ആഴ്ചയിൽ തന്നെ കാണാൻ ശ്രമിക്കുമായിരുന്നു. വല്യേട്ടനും രാക്ഷസരാജാവും ഫാൻഡവും ക്രോണിക് ബാച്ചിലറുമൊക്കെ ആവേശത്തോടെ കണ്ട കാലം. 2004 തുടക്കത്തിൽ റിലീസായ സേതുരാമയ്യർ CBI മുതൽ അക്ഷരാർത്ഥത്തിൽ മമ്മൂട്ടി തരംഗമായിരുന്നു മലയാള സിനിമയിൽ. ആ സമയത്താണെന്ന് തോന്നുന്നു മമ്മൂട്ടി ടൈംസ് എന്ന മാഗസിൻ ആരംഭിക്കുന്നത്. 2010 ശേഷം പ്രസിദ്ധീകരണം അവസാനിപ്പിക്കുന്നത് വരെയുള്ള അതിൻ്റെ ഏതാണ്ട് എല്ലാ ലക്കങ്ങളും ഞാൻ വാങ്ങി വായിച്ചിരുന്നു. ഇന്നും ആ മാഗസിൻ്റെ 90% കോപ്പികളും എൻ്റെ കൈവശമുണ്ട്. 2005 തൊഴിൽ സൗകര്യാർത്ഥം ഞാൻ തിരുവനന്തപുരത്ത് താമസമാക്കുന്നത്. വന്നതിൻ്റെ 3-ാം നാളായിരുന്നു തൊമ്മനും മക്കളും റിലീസാകുന്നത്. ശ്രീ പത്മനാഭയിലാണോ അജന്തയിലാണോ എന്ന് കൃത്യമായി ഓർക്കുന്നില്ല. സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് സീറ്റ്
സീറ്റില്ലാത്തതുകൊണ്ട് നിന്നാണ് ഞാൻ ആ പടം മുഴുവൻ കണ്ടത്. തസ്കര വീരനൊക്കെ ധന്യ രമ്യയിൽ മറ്റൊരു ചിത്രമെടുത്ത് മാറ്റിയിട്ടാണ് പ്രദർശിപ്പിച്ചത്. അത്രയ്ക്കായിരുന്നു ക്രൗഡ്. മമ്മൂട്ടിയുടെ കരിയറിലെ സുവർണ്ണ നാളുകളായിരുന്നു പിന്നെ. റംസാൻ റിലീസായ രാജമാണിക്യം തിരുവനന്തപുരം ന്യൂ തിയേറ്ററിൽ 1/2 ഡസൻ പ്രാവശ്യമാണ് ഞാൻ തുടർച്ചയായി കണ്ടത്. അതേ ഡിസംബറിൽ റിലീസായ ബസ് കണ്ടക്ടർ ആദ്യ ആഴ്ച മത്സരിച്ചത് ഒപ്പം റിലീസായ മറ്റ് ചിത്രങ്ങളോടായിരുന്നില്ല, രാജമാണിക്യം എന്ന ചിത്രത്തിനോടായിരുന്നു. തുടർന്ന് മായാവിയും അണ്ണൻ തമ്പിയും തുറുപ്പുകുലാനും പഴശ്ശിരാജയും പോക്കിരിരാജയും ഒക്കെയായി 2010 അവസാനം ബെസ്റ്റ് ആക്ടർ വരെ ആ ട്രെൻഡ് തുടർന്നു. എന്നാൽ 2011 മുതൽ കാറ്റ് മാറി വീശുകയായിരുന്നു. ദ്രോണയിൽ തുടങ്ങിയ പരാജയങ്ങൾ അനന്തമായി തുടരുകയായിരുന്നു. വമ്പൻ ഹൈപ്പിൽ വന്ന ഓഗസ്റ്റ് 15, കിങ് ആൻഡ് കമ്മീഷണർ, ഗാങ്സ്റ്റർ എന്നിവയൊക്കെ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞപ്പോൾ പകച്ചുപോയി. ഇടയ്ക്ക് താപ്പാനയും രാജാതിരാജയും പോലെയുള്ള ശരാശരി വിജയങ്ങൾക്കും കസബ പോലെ വൻ ഇനീഷ്യൽ നേടിയിട്ടും ലോങ് റൺ കിട്ടാതെ പോയ ചിത്രങ്ങൾക്കുമിടയിൽ ഒരു രാജകീയ തിരിച്ചുവരവിന് ദി ഗ്രേറ്റ് ഫാദർ വരെ കാത്തിരിക്കേണ്ടി വന്നു. തുടർന്ന് കരിയർ സ്റ്റഡിയായി. പിന്നീട് അങ്ങോട്ട് ന്യൂ ജനറേഷൻ തരംഗത്തിൽ ആടി ഉലഞ്ഞ തൻ്റെ താരപദവിയെ മമ്മൂട്ടി സമർത്ഥമായി കരയ്ക്കടുപ്പിക്കുന്ന കാഴ്ചയാണ് നാം സാക്ഷ്യം വഹിച്ചത്. വേറെ ഏത് ഭാഷയിലെ ഏത് നടനാണെങ്കിലും ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു തിരിച്ചുവരവ് അസാധ്യമായിടത്താണ് മമ്മൂട്ടി എന്ന താരത്തിൻ്റെ പ്രസക്തി. എത്ര പരാജയങ്ങൾ ഉണ്ടായാലും ആ അതിജീവന ശേഷി അപാരമായിരുന്നു. 2011 ശേഷം നിരവധി മാറ്റങ്ങളിലൂടെ മലയാള സിനിമ കടന്നുപോയി. വരിക്കാശ്ശേരി മനയുടെ ആഢ്യത്വത്തിൽ നിന്നും കുമ്പളങ്ങിയിലെ മോശം പറമ്പിലേക്ക് മലയാള സിനിമ സഞ്ചരിച്ചു കഴിഞ്ഞിരുന്നു. ഫഹദ് ഫാസിലിൻ്റെ റിയലിസ്റ്റിക് അഭിനയ രീതികൾ പ്രേക്ഷകരിൽ വ്യക്തമായ സ്വാധീനം ചെലുത്തി കഴിഞ്ഞിരുന്നു. എങ്കിലും നായകനായി തന്നെ ഇനിയും ഒരു ദശാബ്ദം കൂടെ തുടരാനുള്ള കെൽപ്പ് മമ്മൂട്ടി എന്ന താരത്തിനും നടനുമുണ്ട് എന്നതാണ് മമ്മൂട്ടിയെ തൻ്റെ സമകാലികരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. തനിക്ക് ചുറ്റും സംഭവിക്കുന്ന മാറ്റങ്ങളെ പോസിറ്റീവായി കാണാനും അതിനനുസൃതമായി സ്വയം പുതുക്കി പണിയുവാനുമുള്ള ആവേശം മമ്മൂട്ടിയോളം മറ്റാർക്കുമില്ല. ഈ ആവേശമാണ് അദ്ദേഹത്തെ എക്കാലവും സമകാലിക പ്രസക്തനായി നിലനിർത്തുന്നതും. പ്രേക്ഷകരെ മോഹിപ്പിക്കുന്ന ഒട്ടേറെ പ്രോജക്റ്റുകളിൽ മമ്മൂട്ടി സഹകരിക്കുന്നുണ്ട്. അവ എത്രത്തോളം പ്രേക്ഷകരോട് സംവദിക്കുന്നുണ്ടെന്ന് ഓരോ പ്രേക്ഷകനും ഒപ്പവും മമ്മൂട്ടിയും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട്. മാറുന്ന മലയാള സിനിമയിൽ തൻ്റെ പ്രാധാന്യം ഒട്ടും കുറഞ്ഞു പോകരുതെന്ന ബോധ്യം മറ്റാരേക്കാളും അദ്ദേഹത്തിനുണ്ട് എന്നതാണ് സത്യം. സപ്തതിയും കഴിഞ്ഞ് മമ്മൂട്ടി തൻ്റെ അശ്വമേധം തുടരുകയാണ്. പുതിയ തലമുറയുടെ അഭിരുചികൾക്ക് ഇണങ്ങുന്ന വേഷപകർച്ചയുമായി തളരാത്ത പോരാട്ട വീര്യത്തിൻ്റെ മലയാള സിനിമയുടെ പവർ ഹൗസിന് എൻ്റെ പിറന്നാൾ ആശംസകൾ. ഇതാണ് ആ കത്ത്. എന്തായാലും നമ്മുടെ മമ്മൂക്കായ്ക്ക് 72 വയസ്സിലും ആരാധകർ കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല എന്നതാണ് സത്യം. അത്രയ്ക്ക് ചുള്ളനാണല്ലോ നമ്മുടെയൊക്കെ സ്വന്തം മമ്മൂട്ടി എന്ന മമ്മൂക്ക. നന്ദി, നമസ്കാരം. ബ്രൂമെക്സ് ഫോർട്ട്, ബന്ധങ്ങൾ തുടരട്ടെ, നിലയ്ക്കാതെ.